ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറിയിലെ ചില ബേസിക് കോൺസെപ്റ്റുകളാണ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD. എല്ലാവർക്കും ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് GCD. അപ്പം എന്നാൽ നമുക്കൊന്ന് നോക്കാം. GCD ഓഫ് A, B എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ഈവൻലി ഇൻ ടു ബോത്ത് A ആൻഡ് B. അതായത് GCD ഓഫ് 60,24 എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. 16ൻ്റെയും 24ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 12 ആണ്. രണ്ട് നമ്പേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത് 1 ആണെങ്കിൽ GCD ഓഫ് 8,15 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും 8ഉം 15ഉം റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആണെന്ന്. ഇനി കാണാൻ പോകുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. Least common multiple of the positive integers a and b is the smallest positive integer that is divisible by both a and b. ഇത് least common multiple ആണ്. LCM of 3,7 എന്ന് പറഞ്ഞാൽ 21 ആണ്. 4,6 എന്ന് പറഞ്ഞാൽ 12 ആണ്. ആദ്യം നമ്മൾ കണ്ടു GCD എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ഈവൻലി ഇൻ ടു ബോത്ത് A ആൻഡ് B. അതാണ് GCD. ഇനി ഇപ്പം നമ്മൾ കണ്ടത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് A ആൻഡ് B. നമ്പർ തിയറിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകൾ, രണ്ട് ഓപ്പറേഷൻസ് ആണ് GCDയും LCM. ഇനി അങ്ങോട്ട് ഒത്തിരി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂക്ലിഡിയൻ അൽഗോരിതം. അതായത് GCD ഓഫ് 2 നമ്പേഴ്സ് A ആൻഡ് B കാണാനുള്ളൊരു അൽഗോരിതമാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം നമുക്ക് അതിൻ്റെ ബേസിക് ഫാക്ട്സ് പറയാം. ഫാക്റ്റ് 1 എന്ന് പറയുന്നത് GCD ഓഫ് A, 0 എന്ന് പറയുന്നത് A ആയിരിക്കും. ദെൻ GCD ഓഫ് A, B എന്ന് പറയുന്നത് GCD ഓഫ് B, R ആയിരിക്കും. വേർ R ഈസ് ദ റിമൈൻഡർ ഓഫ് ഡിവൈഡിങ് A ബൈ B. അതാണ് ബേസിക് കോൺസെപ്റ്റ്. അതിൻ്റെ ബേസിലാണ് യൂക്ലിഡിയൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. GCD ഓഫ് A, B ഈക്വൽ ടു GCD ഓഫ് B, A മോഡ് B. ഇനി ക്യാപിറ്റൽ Aക്കകത്തോട്ട് സ്മോൾ a അസൈൻ ചെയ്തു, Bക്കകത്തോട്ട് സ്മോൾ b. ഇഫ് B ഈക്വൽ ടു 0 റിട്ടേൺ A ഈക്വൽ ടു GCD ഓഫ് AB. അതായത് GCD ഓഫ് A, 0 നമ്മൾ നേരത്തെ പറഞ്ഞു. GCD ഓഫ് A, 0 എന്ന് പറയുന്നത് A ആണ്. അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. ദെൻ R ഈക്വൽ ടു A മോഡ് B. Aക്കകത്തോട്ട് Bയും Bക്കകത്തോട്ട് Rഉം അസൈൻ ചെയ്തു. ഇത് വർക്ക് ചെയ്യുന്നത് B ഈക്വൽ ടു 0 ആവുന്നത് വരെയാണ്. ഇതാണ് അൽഗോരിതം പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ കണ്ടു GCD ഓഫ് 1066ഉം 904. ഇതിൻ്റെ GCD ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് നമ്മൾ GCD ഓഫ് A, B എന്ന് പറയുന്നത് GCD ഓഫ് B, A മോഡ് B. അതായത് 162 ആണ് 1066ൻ്റെ 904 ഡിവൈഡ് ചെയ്യുമ്പം വരുന്ന റിമൈൻഡർ. അപ്പം നെക്സ്റ്റ് GCD എന്ന് പറഞ്ഞാൽ 904ഉം 162ഉം. ദെൻ 162ഉം 94ഉം. അതായത് റിമൈൻഡേഴ്സാണ് സെക്കൻഡ് വാല്യൂ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വാല്യൂ ആയിട്ട് നേരത്തെ Bയും വരുന്നു. അങ്ങനെ അപ് ടു റിമൈൻഡർ 0 ആവുന്നത് വരെ ഇത് വർക്ക് ചെയ്യും. അതായത് B ഈക്വൽ ടു 0 ആവുമ്പം GCD ഓഫ് A, B എന്ന് പറയുന്നത് A ആയിരിക്കും. അതുവരെ ഈ അൽഗോരിതം വർക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി കാണാൻ പോകുന്നത് ഇൻവേഴ്സ് ആണ്. ഇപ്പം നമ്മൾ കണ്ട യൂക്ലിഡിയൻ അൽഗോരിതമാണ്. ഇനി എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം, അതാണ് ഇൻവേഴ്സ് കാണാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം അൽഗോരിതം ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സ്റ്റെൻഡഡ് യൂക്ലിഡ് M, B. M എന്ന് പറയുന്നത് ആ മോഡുലോ വാല്യൂ, B എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ഇൻവേഴ്സ് ആണോ കാണേണ്ടത് ആ വാല്യൂ. A1, A2, A3നകത്തോട്ട് 1, 0, M അസൈൻ ചെയ്തു. B1, B2, B3നകത്തോട്ട് 0, 1, B അസൈൻ ചെയ്തു. B3 എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. B3 എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ ആ സമയത്തുള്ള B2ൻ്റെ വാല്യൂ ആണ് ഇൻവേഴ്സ്. കോഷ്യൻ്റ് Q എന്ന് പറയുന്നത് A3 ഡിവൈഡ്സ് B3 ആണ്.
T1 T2 T3 A1 minus Q B1 A2 minus Q B2 A3 minus Q B3 ഈ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ A1 A2 A3 B1 B2 B3 B1 B2 B3 T1 T2 T3 അസൈൻ ചെയ്യുക. ഇത് B3 ഈക്വൽ ടു 0 ആവുന്നത് വരെ, അല്ല B3 ഈക്വൽ ടു 0 അല്ലെങ്കിൽ B3 ഈക്വൽ ടു 1 ആവുന്നത് വരെ ഈ അൽഗോരിതം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ആദ്യം ക്യൂ ഇങ്ങനെ എഴുതി Q1 Q A1 A2 A3 B1 B2 B3 ഇങ്ങനെ ഒരു ടേബിളായിട്ട് എഴുതി. ഇനീഷ്യലി ക്യൂ നില്ലാണ്. A1 A2 A3 1 0 M അസൈൻ ചെയ്തു. B1 B2 B3 0 1 ദെൻ ഏതിൻ്റെയാണ് ഇൻവേഴ്സ് കാണേണ്ടത് ആ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ ക്യൂ എന്ന് പറയുന്നത് A3 ഡിവൈഡ്സ് B3. ക്യൂ എന്ന് പറയുന്നത് A3 ഡിവൈഡ്സ് B3. T1 T2 T3 ദെൻ A1 A2 A3 എന്ന് പറയുന്നത് B1 B2 B3 എഴുതി. ദെൻ T1 T2 T3 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് A1 മൈനസ് Q B1 A1 1 മൈനസ് 3 ഇൻറ്റു 0 അതാണ് T1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് T2 എന്ന് പറയുന്നത് A2 മൈനസ് Q B2 അതായത് 0 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 1. ദെൻ T3 എന്ന് പറയുന്നത് A3 മൈനസ് 3 ഇൻറ്റു 550 അതായത് 109 അങ്ങനെ എഴുതി. അപ് ടു B3 1 ആവുന്നത് വരെ ചെയ്തു. B3 1 ആകുമ്പം ആ സമയത്ത് B2ൻ്റെ വാല്യൂ അതായത് 355 ആണ് ഇവിടെ ഇൻവേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സും എല്ലാവർക്കും അറിയുന്നൊരു കോൺസെപ്റ്റാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ഓൺലി ഹാവ് ഡിവൈസേഴ്സ് ഓഫ് 1 ആൻഡ് സെൽഫ്. അതായത് ആ നമ്പറും അതിന് 1 മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ തിയറിയുടെ ഒരു സെൻട്രൽ കോൺസെപ്റ്റാണ് പ്രൈം നമ്പേഴ്സ്. ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കാം. The prime factorization of a number n is written when it's written as a product of prime. അതായത് 3600 നമുക്ക് 2⁴, 2 and 5⁵ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് A ഈക്വൽ ടു പൈ ഓഫ് P എലമെൻറ്റ് ഓഫ് P AP. അതായത് നമുക്ക് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാം. Relatively prime numbers GCD and GCD. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആ നമ്പേഴ്സിനെ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. അതായത് 2 numbers A and B are relatively prime if have no common divisors apart from 1 അല്ലാണ്ട് ഒരു കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ അതിനെ റിലേറ്റീവ് പ്രൈം ആണെന്ന് പറയാം. വേറെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് GCD എന്ന് പറയുന്നത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കമ്പയർ ചെയ്ത് പറയാം. അതായത് 300നെ നമുക്ക് 2⁴1, 3⁴1, 5⁵2 എന്ന് പറയാം. പിന്നെ 18ന് 2⁴1, 3⁵2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് 18, 300 എന്ന് പറയുന്നത് 2⁴1, 3⁴1, 5⁵0. We can determine the GCD by comparing their prime factorization and using least powers. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ P is a prime number and A is any positive integer not divisible by P ആണെങ്കിൽ A and P are relatively prime number. So GCD of A, P എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് A⁻P - 1 എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു 1 mod P ആയിരിക്കും. A⁻P-1നെ A⁻P by A എന്ന് പറയാം, എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അത് കോൺഗ്രുവൻ്റ് ടു 1 mod P ആണ്. സോ A⁻P എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു A mod P അങ്ങനെ പറയാം.
സോ എ റേസ് ടു പി മൈനസ് 1 മോഡ് പി എന്ന് പറയുന്നത് 1 ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫൈവ് റേസ് ടു 18 മോഡ് 19. ഇതിനെ നമുക്ക് ഫെർമാറ്റ്സ് തിയറം വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ പറയുന്നത് 5ഉം 19ഉം അതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി പ്രൈമാണ്. ജി സി ഡി ഓഫ് 5,19 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എ റേസ് ടു പി മൈനസ് 1 മോഡ് പി എന്നുള്ള ഫോർമാറ്റിലാണ് 5 റേസ് ടു 18 മോഡ് 19 എന്ന് പറയുന്നത്. സോ എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി, അതായത് 5 റേസ് ടു 19 മൈനസ് 1 മോഡ് 19, അതായത് എ റേസ് ടു പി മൈനസ് 1 മോഡ് പി ആ ഫോർമാറ്റിലാണ്. സോ എ റേസ് ടു പി മൈനസ് 1 മോഡ് പി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 റേസ് ടു 20 മോഡ് 19. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 19 പ്ലസ് 1 മോഡ് 90 എന്ന് എഴുതാം. 5 റേസ് ടു 19 5 മോഡ് 19. 5 റേസ് ടു 19 മോഡ് 90 എന്ന് പറയുന്നത് 19 ഇൻറ്റു 5 ഇൻറ്റു മോഡ് 19 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എ റേസ് ടു പി മോഡ് പി എന്ന് പറയുന്നത് എ ആണ്. സോ ഇതിനെ നമുക്ക് 5 എന്നും 5 മോഡ് 19 5 എന്നും കിട്ടി. സോ വീണ്ടും മോഡ് കൊടുത്തു, മോഡ് 19, അതായത് 25 മോഡ് 19 6. ഇങ്ങനെ നമുക്ക് ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂളർ ടോഷ്യൻ ഫംഗ്ഷനാണ്. യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ. അങ്ങനെയാണ് യൂളർ ടോഷ്യൻ ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. വെൻ ഡൂയിങ് അരിത്തമെറ്റിക് മോഡുലോ എൻ നമുക്ക് യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 1 ആൻഡ് n-1 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n. അതാണ് യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to n-1 വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n. അതാണ് പറയുന്നത്. അതിൻ്റെ ഒരു കൗണ്ടാണ് ആ 1 to n-1 വരെയുള്ള നമ്പേഴ്സിൻ്റെ കൗണ്ട്. അതിനെയാണ് റിലേറ്റീവ്ലി പ്രൈം ടു n. ആ കൗണ്ടിനെയാണ് നമ്മൾ യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വ്യക്തമാവും കുറച്ചുകൂടി. ഫൈ ഓഫ് 4 അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഫൈ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് 4 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് അപ് ടു 3 വരെയുള്ളതിനകത്ത് 4 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് അതെന്ന് പറഞ്ഞാൽ 1ഉം 3ഉം ആണ്. സോ 2 കൗണ്ട് 2. അപ്പം ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഫൈ ഓഫ് 5 അതെന്ന് പറഞ്ഞാൽ 1 റിലേറ്റീവ്ലി പ്രൈം ടു 5 ആണ്, 2 റിലേറ്റീവ്ലി പ്രൈം ടു 5 ആണ്, 3 റിലേറ്റീവ്ലി പ്രൈം ടു 5 ആണ്, 4 റിലേറ്റീവ്ലി പ്രൈം ടു 5 ആണ്. സോ അവിടെ കൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സിൻ്റെ യൂളർ ടോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ n-1 ആയിരിക്കും. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് പ്രൈം നമ്പറിൻ്റെ ആണെങ്കിൽ n-1 ആയിരിക്കും. സോ നമുക്ക് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടേഴ്സായിട്ട് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫൈ ഓഫ് പി ക്യൂ എന്നുള്ളത് p-1 ഇൻറ്റു q-1 ആയിരിക്കും. ഫൈ ഓഫ് പി എന്ന് പറയുന്നത് p-1ഉം ഫൈ ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് p-1 ഇൻറ്റു q-1 ആയിരിക്കും.
എന്നിനെ നമ്മൾ പി ഇൻറ്റു ക്യൂ എന്ന് എഴുതുവാണെങ്കിൽ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 ആയിരിക്കും. അതായത് 37 ഫൈ ഓഫ് 37, അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. കാരണം 37 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. സോ 36 ആണ്. ഫൈ ഓഫ് 21 എന്ന് പറയുന്നത് നമുക്ക് 21നെ 3 ഇൻറ്റു 7 എന്ന് പറയാം. സോ 3 മൈനസ് 1 ഇൻറ്റു 7 മൈനസ് 1, അതായത് 12 എന്ന് പറയാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന യൂളേഴ്സ് തിയറം ആണ്. എ ജനറലൈസേഷൻ ഓഫ് ഫെർമാറ്റ്സ് തിയറം. For every a and n that are relatively prime, a raised to phi of n congruent to 1 mod n ആയിരിക്കും. യൂളേഴ്സ് തിയറത്തിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. That for every a and n that are relatively prime, a raised to phi of n എന്ന് പറയുന്നത് 1 mod n ആയിരിക്കും. ഇനി R എന്ന് പറയുന്നത് റെസിഡ്യൂ സെറ്റ് ആണ്. റെഡ്യൂസ്ഡ് റെസിഡ്യൂ സെറ്റ്, അതായത് നമ്പേഴ്സ് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n, R. S എന്ന് പറയുന്നത് നമ്മൾ ആറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ മോഡുലോ n കണ്ടു. ആ സെറ്റാണ് S എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു പെർമ്യൂട്ടഡ് ഫോമാണ്. കാരണം ബിക്കോസ് എ ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. നമ്മൾ ആദ്യം പറഞ്ഞു എ ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആൻഡ് എക്സ് ഐ ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ഇതെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റെസിഡ്യൂ സെറ്റാണ്. നമ്മൾ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് കണ്ടത്. സോ എ എക്സ് ഐ മസ്റ്റ് ഓൾസോ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. സോ ആറും എസും നമുക്ക് പറയാം. എസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഒരു പെർമ്യൂട്ടഡ് ഫോമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്ന് പറയുന്നത് പൈ ഓഫ് ഐ ഈക്വൽ ടു 1 ടു ഫൈ ഓഫ് എൻ എ എക്സ് ഐ മോഡ് എൻ എന്ന് പറയുന്നത് പൈ ഓഫ് ഐ ടു ഫൈ ഓഫ് എൻ എക്സ് ഐ ആണ്. ഇതിന് രണ്ടിനും നമ്മൾ ഇക്വേറ്റ് ചെയ്തു, അതാണ് ചെയ്തേക്കുന്നത്. ദെൻ പൈ ഓഫ് ഐ ടു ഫൈ ഓഫ് എൻ എ എക്സ് ഐ കോൺഗ്രുവൻറ്റ് ടു ഈ മോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ കോൺഗ്രുവൻറ്റ് ടു പൈ ഐ ഈക്വൽ ടു 1 ടു ഫൈ ഓഫ് എൻ എക്സ് ഐ മോഡ് എൻ. ദെൻ നമ്മൾ ഇതിന് പുറത്തോട്ട് എ എടുത്തെഴുതി. എ റേസ് ടു ഫൈ ഓഫ് എൻ പൈ ഐ ഈക്വൽ ടു 1 ടു ഫൈ ഓഫ് എൻ എക്സ് ഐ കോൺഗ്രുവൻറ്റ് ടു പൈ ഐ ടു ഫൈ ഓഫ് എൻ എക്സ് ഐ മോഡ് എൻ. അതിങ്ങനെ എഴുതി. രണ്ട് സ്ഥലത്തു നിന്നും ഇത് ക്യാൻസൽ ചെയ്തു ഈ ഫംഗ്ഷൻ. സോ എ റേസ് ടു ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എൻ. ഇതാണ് ഇതിൻ്റെ പ്രൂഫ് യൂളേഴ്സ് തിയറത്തിൻ്റെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് ആണ്. പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അൽഗോരിതമാണ് മില്ലർ-റാബിൻ അൽഗോരിതം. ആദ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ അൽഗോരിതം നോക്കാം. ആദ്യം ഫൈൻഡ് ഇൻറ്റിജർ കെ ക്യൂ. കെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഓഡായിരിക്കണം. സോ ദാറ്റ് n-1 ഈക്വൽ ടു 2 റേസ് ടു കെ ക്യൂ എന്ന് പറയാം. സെലക്ട് എ റാൻഡം നമ്പർ എ. എന്ന് പറയുന്നത് 1ഉം n-1നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കണം. ഇഫ് എ റേസ് ടു ക്യൂ മോഡ് n ഈക്വൽ ടു 1 ആണെങ്കിൽ മേ ബി പ്രൈം ആയിരിക്കും. അല്ലെങ്കിൽ ജെ ഈക്വൽ ടു 0 ടു കെ -1 വരെ എ ടു ദ പവർ 2 റേസ് ടു ജെ ക്യൂബ് മോഡ് n ഈക്വൽ ടു n-1 ആണെങ്കിൽ മേ ബി പ്രൈം, അല്ലെങ്കിൽ കോമ്പോസിറ്റ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. n എന്ന് പറയുന്നത് 27 ആണ്. എ എന്ന് പറയുന്നത് 2 ആയിട്ട് എടുത്തു. സോ n-1 എന്ന് പറഞ്ഞാൽ 26 ആണ്. 26നെ 2 റേസ് ടു 1 13 അങ്ങനെ പറയാം. നമ്മൾ n-1നെ 2 റേസ് ടു കെ ക്യൂ എന്നായി. ഇവിടെ കെ എന്ന് പറയുന്നത് 1ഉം ക്യൂ എന്ന് പറയുന്നത് 13ഉമാണ്. ഇനി എ റേസ് ടു ക്യൂ മോഡ് എന്നാണ് 2 റേസ് ടു 13 മോഡ് n ആണ്. സോ നമുക്ക്
13നെ നമുക്ക് 2⁵, 2⁵, 2⁵3 mod n എന്ന് എഴുതാൻ പറ്റും. 5 × 5 × 8 mod n എന്ന് പറയുന്നത് 27. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ് വരുന്നത്. നമുക്ക് അൽഗോരിതത്തിലൂടെ നോക്കാം. a⁵ mod n എന്ന് പറയുന്ന 1 ആണെങ്കിൽ മേ ബി പ്രൈമാന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യണം. ഇവിടെ k എന്ന് പറയുന്നത് 1 ആണ്. സോ k - 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. a⁵ q mod n എന്ന് പറയുന്നത് a⁵ mod n തന്നെയായിരിക്കും. n എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ 27 ആണ്. ഇവിടെ n - 1 എന്ന് പറഞ്ഞ വാല്യൂ അല്ല വരുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഇത് കോമ്പോസിറ്റ് ആണെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് റിമൈൻഡർ തിയറമാണ്. Chinese remainder theorem CRT is used to solve a set of congruent equations with one variable but different moduli which are relatively prime. ഇങ്ങനെ വരുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആദ്യം അൽഗോരിതം നോക്കാം. ആദ്യം m കാണണം. m1 എന്ന് പറഞ്ഞാൽ m1 × m2 × mk വരെ, അതായത് ഈ മോഡുലെ വാല്യൂ അതിൻ്റെ പ്രൊഡക്റ്റാണ് m എന്ന് പറയുന്നത്. ദെൻ m1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ m1. m2 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ m2. അങ്ങനെ നമ്മൾ എല്ലാ m-ൻ്റെ വാല്യൂയും കണ്ടുപിടിച്ചു. ദെൻ ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് m1, m2, mk. നമ്മൾ നേരത്തെ കണ്ടു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ദെൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = a1. a1 എന്ന് പറയുന്നത് ഈ വാല്യൂ a1 × m × m ഇൻവേഴ്സ് പ്ലസ് a2 × അങ്ങനെ k വരെ മോഡ് m. അതാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. x ഇവിടെ 2 mod 3 ആണ്, 3 mod 5, 2 mod 7. സോ m എന്ന് പറയുന്നത് ഈ 3 × 5 × 7 ആണ്. ദെൻ m1 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ m1 എന്ന് പറഞ്ഞാൽ 35. അങ്ങനെ m2 എന്ന് പറഞ്ഞാൽ 105/5 21. m3 എന്ന് പറയുന്നത് 15. ഇനി m1, m2, m3യുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. മെത്തേഡ് ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അതിൻ്റെ എല്ലാം ഇൻവേഴ്സ് x എന്ന് പറയുന്നത് a1 × m × m ഇൻവേഴ്സ്. അങ്ങനെ നമ്മൾ ഫൈനൽ സൊല്യൂഷനും കണ്ടുപിടിച്ചു.